അപ്പോഴേക്കും എനിക്കൊരു 15 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം കൂടി, ചേട്ടന്മാർ പഠിക്കുന്നു. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത സംഭവങ്ങളാണ്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത്, എനിക്കൊരു കൂട്ടുകാരൻ്റെ പേര് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും സലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാനിത്തിരി ആരെങ്കിലും എന്തെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ കുന്തടാന്ന് പറയുന്ന, അല്ലെങ്കിൽ പോടാന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ 15-16 വയസ്സ് കാലഘട്ടം. ആ പുള്ളി ഒരു ദിവസം രാത്രി എന്നെ ഒന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എന്നെ എല്ലാവരും വാവ എന്നാണ് വിളിക്കുന്നത്, സുരേഷ് എന്നല്ല, എന്നെ വാവ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ വാവ ഒരു കാര്യമുണ്ട് പറയട്ടെ എന്ന് വെച്ചു. ഞാൻ പറയാൻ പറഞ്ഞു. ഒരു 10,000 അന്ന് എനിക്ക് 1000 രൂപ എൻ്റെ വീടൊന്നും ഓല കെട്ടിയില്ല. എൻ്റെ അമ്മയൊക്കെ സത്യമായി എനിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വിഷമമുണ്ട്. വീട് ഓലക്കെട്ടായിരിക്കുമ്പോൾ എൻ്റെ വീട് നന്നായിട്ട് ചോരും മഴ പെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ ഈ മൂലകൾ മാത്രം ചോരില്ല, വീട്ടിൻ്റെ മൂലകൾ മാത്രം ചോരുകയില്ല. അപ്പോൾ അമ്മ ഒരു മൂലയിൽ പോയിരിക്കും, അനിയത്തി വേറൊരു മൂലയിൽ പോയിരിക്കും, ചേട്ടന്മാർ രണ്ടുപേരും ഒരു മൂലയിൽ പോയിട്ട് എന്നിട്ട് തലയിൽ കൂടെ ചാക്കോ എന്തെങ്കിലും ഇട്ടിരിക്കുക മഴയത്ത് ഇങ്ങനെ. എനിക്കിന്നും അത് ഓർമ്മയുണ്ട്. എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അവർക്ക് നല്ല വീട് വെച്ച് കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ ചാക്കിങ്ങനെ മൂടി ഇങ്ങനെ ഇരിക്കും പാത്ത്, എന്ന് വെച്ചാൽ നനയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പുള്ളി എന്താണെന്ന് പറഞ്ഞ്, വാവ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ഓല കെട്ടാനുള്ള പൈസ കിട്ടും, ഒരു പണിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു, പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞു ഒരാളിനെ തല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാ ആയിക്കോട്ടെ, ഞാനിതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഒരു ജീവിതത്തിൽ നിന്ന് ഒരാരോടും പറഞ്ഞത് നടന്ന സംഭവമാണ്. നിങ്ങൾക്ക് ചോദിച്ചാൽ പിന്നെ ആൾക്കാർക്ക് അറിഞ്ഞു അത് ആൾക്കാർ. അങ്ങനെ പോകുന്നു. ഞങ്ങൾ 4 പേരായിട്ട് പോകുന്നു. ഒരാളിനെ തല്ലുന്നു. വെച്ചാൽ നല്ല തല്ലായിരുന്നു. തല്ലുന്നു. രാത്രി പാത്തിരും തല്ലുന്നു. തല്ലിയതിന് ശേഷം അന്ന് അദ്ദേഹം പറഞ്ഞത് 1000 രൂപ തരാമെന്നാണ് പറഞ്ഞത് അന്ന്, ഈ 4 പേർക്കും കൂടി. അന്ന് ഓലയ്ക്കൊക്കെ ഒരു 3 രൂപ 2 രൂപയൊക്കെ ഉള്ളൂ. അല്ല 3 2 ഇല്ല, 1 രൂപയ്ക്ക് താഴോട്ട് മറ്റേ ഉള്ളൂ. അപ്പോൾ 250 ഓല വേണം എനിക്ക് കെട്ടാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് കിട്ടിയാൽ ഓല കെട്ടാം, ഓല കെട്ടർക്ക് പൈസ കൊടുക്കുക, അതൊക്കെ ആയിരുന്നു എൻ്റെ കണക്ക് കൂട്ടൽ. അത് നമ്മൾ പോയി തല്ലുന്നു. തല്ലിയിട്ട് അവസാനം തല്ലിയത് മാത്രം മിച്ചമായി. പുള്ളി അന്ന് ഞങ്ങൾക്ക് തന്നത് 5 രൂപയാണ്. മറ്റ് 2 പേരെ പേരുണ്ട്, അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഞങ്ങൾ 4 പേര് തല്ലി. പുള്ളിക്കാരൻ അതുവഴി അങ്ങ് പോയി. ഞങ്ങൾ 3 ശ്രീകാരൻ്റെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്ന് ഇറങ്ങി. പുള്ളി പിറ്റേന്ന് രാവിലെ 10 മണിക്ക് പിന്നെ പൈസ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നില്ല. ഓല കെട്ടാൻ കഴിഞ്ഞില്ല എനിക്ക്. പിന്നെ ഞാൻ അടുത്ത ദിവസം ഈ ഓല എങ്ങനെ കെട്ടാം എന്നുള്ള ചിന്തയിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് കൂട്ടുകളായി, ഒരുപാട് സുഹൃത്തുക്കളുണ്ടായി. അങ്ങനെ ഞാൻ പലരോടും പറഞ്ഞ് അടുത്ത പറമ്പുകളിൽ കിടന്ന ഓല ശേഖരിച്ചുകൊണ്ട് വന്നു. എൻ്റെ ചെറുപ്പകാലത്ത് അത്രയ്ക്ക് 15 വയസ്സ് 16 വയസ്സ് കാലഘട്ടത്തിലാണ് അവരെല്ലാം എനിക്ക് സഹായിച്ചു. ഇതെല്ലാം കൊണ്ടുവന്ന് അടുത്തുള്ള ആൾക്കാരും മെടഞ്ഞു തന്നു. അത് വെച്ച് കെട്ടി. പിന്നെ ആ ഒരു മേഖല അങ്ങനെ തന്നെ മുന്നോട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നി സഹായിക്കണം. എൻ്റെ ചെറുപ്പത്തിൽ എല്ലാവരെയും സഹായിക്കണമെന്ന് വിചാരിച്ചു. എല്ലാവരെയും സഹായിക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ നാട്ടിൽ അങ്ങനെ പാവപ്പെട്ട ആൾക്കാരുടെ കല്യാണങ്ങൾ വന്നു. കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് ആവശ്യം? തേങ്ങയുണ്ടോ? ഇല്ല. രാത്രിയിൽ അടുത്ത വലിയ പറമ്പുകളിൽ പോയി തേങ്ങ ഇട്ട് കൊണ്ടുവന്ന് ഇവർക്ക് എത്രയാണോ തേങ്ങ ആവശ്യം കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ ഇലയുണ്ടോ? ഇല്ല. അടുത്തുള്ള ആൾക്കാരുടെ പറമ്പിൽ കയറി ഇല മുറിച്ച് തുമ്പല വെട്ടി ഇവർക്ക് കൊണ്ടു കൊടുത്തിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് മണ്ഡപത്തിൽ കെട്ടാൻ വാഴക്കൊലയുണ്ടോ? ഇല്ല. വാഴ വെട്ടി അവരെ വീട്ടിൽ മണ്ഡപത്തിൽ കൊടുക്കുമായിരുന്നു. നിങ്ങൾക്ക് പണ്ട് ഗൗളി ഗാത്രം എന്ന് പറയുന്നൊരു കരിക്കുണ്ട്. അപ്പോൾ ഈ വാഴക്കൊലയോടൊപ്പം അത് കെട്ടും. ഞാൻ ഗൗളി ഗാത്രം വാങ്ങിച്ചോ? ഇല്ല, പൈസയില്ല. ഞാൻ ഏതെങ്കിലും ഒരു പറമ്പിൽ കയറി ആ തെങ്ങിൽ കയറി ഗൗളി ഗാത്രൻ്റെ തേങ്ങ കരിക്ക് കൊലയോടെ വെട്ടി ഒന്നിൽ കെട്ടി ഇറക്കും, ഇല്ലെങ്കിൽ തോളി വെച്ചുകൊണ്ട് ഇറക്കി ആൾക്കാർക്ക് കൊടുത്തിരുന്നു. എൻ്റെ നാട്ടിൽ നിങ്ങളൊന്ന് അന്വേഷിക്കണം, ഒരു 50 100-ലേറെ കല്യാണങ്ങൾ ഞാൻ അങ്ങനെ നടത്തിയിട്ടുണ്ട്. അന്ന് ദാരിദ്ര്യം, ജനങ്ങൾക്ക് എല്ലാവർക്കും ദാരിദ്ര്യമാണ്. ഇപ്പോഴാണ് ആൾക്കാർക്ക് സാമ്പത്തികമുള്ളത്. അപ്പോൾ ഞാൻ 100-ലേറെ കല്യാണം ഇങ്ങനെ നടത്തി. ആൾക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു സാധനം പോലും, കൊലയായിക്കോട്ടെ, ഏത്തക്കൊല ആയിക്കോട്ടെ, തേങ്ങ ആയിക്കോട്ടെ, വാഴക്കൊല ആയിക്കോട്ടെ, ഇതെല്ലാം ഞാൻ ആരുടെയെങ്കിലും പറമ്പിൽ നിന്ന് എടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ പറമ്പുകാർക്കറിയാം ഇത് ഞാനാണ് എടുക്കുന്നത്, എന്തായാലും അത് വാവയ്ക്ക് ആവശ്യമുള്ളതല്ല, മറ്റാർക്കോ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു പരാതി ആരും ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് അന്ന് അവരുടെ ഫാമിലിയിൽ ബാക്കി എല്ലാവരും വലിയ സാമ്പത്തികമുള്ള വലിയൊരു നായർ ഫാമിലിയിൽപ്പെട്ടൊരു കുടുംബത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനെ രണ്ട് ചെറുപ്പക്കാരെ എനിക്ക് കിട്ടി. അച്ഛൻ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് വിഷമടിച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് രഘു എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് പപ്പായി എന്നായിരുന്നു. പപ്പ എന്നാണ് അവരുടെ പേര്. പപ്പായി എന്നാണ് ഞങ്ങൾ അവരെ വിളിച്ചിരുന്നത്. 3 മക്കളാണ്. 2 കുട്ടികൾ എൻ്റെ പ്രവർത്തനമൊക്കെ കണ്ട് എന്നോടൊപ്പം കൂടി, നല്ല രീതിയിൽ കൂടി. എൻ്റെ മേശരി പണിക്ക് എൻ്റെ കൊച്ചു കുടുംബക്കളാണ് എൻ്റെ കൂടെ വന്ന് എൻ്റെ പണി സൈഡിലേക്ക് ഞാൻ അവർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അറിയുന്ന അവരുടെ ഒരു ചേച്ചിയുണ്ട്, അമ്പിളി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്.
അപ്പോൾ അതിൻ്റെ കല്യാണമായി. അപ്പോൾ കല്യാണമായപ്പോൾ അതിന് ഒരു നിവൃത്തിയില്ല, കല്യാണം നടത്താണ്ട്. പിന്നെ ഞാൻ പരമാവധി അയൽവക്കത്തെ ഈ ഇലയും കൊലയും വാഴയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് ഇവരെ കൊണ്ടുവന്ന് ആ മോളുടെ കല്യാണം നടത്തി. ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ അവരുടെ മക്കളെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അയൽവക്കത്തുള്ള ആൾക്കാരോടൊപ്പം ആ ഒരു കാലഘട്ടമാണ്. എനിക്കൊരു സമയം പോലും വേസ്റ്റായി കളയാറില്ല. ഞാൻ ഉടനെ അടുത്ത വീട്ടിൽ പോകുമ്പോൾ അവിടെ ഓലക്കെട്ടിയില്ല, വീടിൻ്റെ കിണറിൽ അഴുക്കാണ്, കിണറിറക്കുക, ബാത്റൂം നിറഞ്ഞു, അത് കോരി മാറ്റുക, അല്ലെങ്കിൽ ബാത്റൂം ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർക്കും ബാത്റൂം ഇല്ലായിരുന്നു. പണ്ട് എല്ലാവരും പറമ്പിലൊക്കെ തന്നെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പല വീടുകളിലും പോയി ഞങ്ങളിതിനെ കുഴി വെട്ടി. ഞാനൊന്ന് മേശിരിപ്പണിയായപ്പോൾ എനിക്ക് സ്ലാബ് അടിക്കാനൊക്കെ അറിയാം. ഞാൻ തന്നെ കൊക്കിയൊക്കെ വാങ്ങിച്ചിട്ട് സ്ലാബ് അടിച്ച് ഒരുപാട് വീടുകൾക്ക് അങ്ങനെ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ മേശിരിപ്പണിയോട് എനിക്ക് താല്പര്യം കുറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ആസാമികളെ പണിക്ക്, ഇപ്പോഴാണ് ബംഗാളികൾ വന്നത്. ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ മേശിരിപ്പണിക്ക് വന്ന ആസാമികളാണ്. ആസാമിൽ ജഗൻ, കൃഷ്ണ ഇങ്ങനെ ആൾക്കാരൊക്കെ എന്നോടൊപ്പം വന്ന് ഞാൻ അവരെ കൊണ്ട് പണി നടന്നു. ഞാൻ ഏകദേശം 100ഓളം കെട്ടിടങ്ങൾക്ക് കുറ്റി നാട്ടുന്നു. ഈ ചെറുപ്രായത്തിന് ഏകദേശം ഒരു 20-25 വയസ്സിനിടയിൽ 100ഓളം കെട്ടിടങ്ങൾ കുറ്റി നാട്ടുന്നു. അതിന് പറയാൻ വന്നൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അന്ന് മേശിരി ആയെങ്കിലും എനിക്കൊരു വീട് വെക്കാനോ വീടിൻ്റെ തറക്കല്ലിടാനോ ഒന്നുമുള്ള പക്വതയില്ല. അപ്പോൾ ഞാനിങ്ങനെ റോഡിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്കൊരു പേപ്പർ റോഡിൽ കിടന്ന് കിട്ടുന്നു. ഇത്ര നീളത്തൊരു പേപ്പർ ഇങ്ങനെ ചുരുട്ടി കെട്ടി കിട്ടുന്നു. ഞാനത് എടുത്തുകൊണ്ട് ചെന്ന്, എനിക്കൊരു വളഞ്ഞ സൈക്കിൾ. അപ്പോൾ ഞാൻ പേപ്പർ കിട്ടുന്നു, പേപ്പറൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ച് ഇങ്ങനെ നോക്കിയ സമയത്ത് എന്തോ ഇങ്ങനെ കുറേ വരകളൊക്കെ കാണും. അപ്പോൾ മേശിരിപ്പണി പഠിക്കുന്നില്ല. അപ്പോൾ മേശിരിമാരുടെ കൂടെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ നോക്കി കുറേ വര നടുക്കൂടെ വര ഇങ്ങനെ ഇട്ടിട്ട് കുറേ കണക്കുകൾ 2, 3, 4, 5 എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷിൻ്റെ വൈഫിൻ്റെ ചേച്ചി സൗദിയിൽ നിന്ന് മടങ്ങി വരുന്നു. അപ്പോൾ അവർക്കൊരു കുഞ്ഞു വീട് വെക്കണം. അപ്പോൾ ഞാൻ മേശിരിപ്പണി, ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ വലിയ മേശിരിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ മേശിരിയൊന്നും അല്ല, ഒന്നും അറിഞ്ഞുകൂടാ എനിക്ക്. അപ്പോൾ ഞാൻ മേശിരിയാണെന്ന് പറയുന്നു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞാൽ ശരി, അപ്പോൾ എന്നെ കൊണ്ട് അവരെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഒരു ചെറിയ വീട്ടിൻ്റെ പ്ലാൻ എനിക്ക് തരുന്നു. ഞാൻ ഈ രണ്ടും കൂടെ വെച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം രണ്ടും ഒരുപോലെയായി. എന്നിട്ട് ഞാൻ ഒരു ടേപ്പ് വാങ്ങിച്ചിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോമ്പൗണ്ടിൽ കയറി ഇങ്ങനെ 4 ഫീറ്റ് അളന്ന് നോക്കി, ഇതിലെഴുതി കണക്ക് നോക്കി. 3-ാം ദിവസം അതേപടി പോയി ആ വീട്ടിൽ കുറ്റിയിടുന്നു. കറക്റ്റായിരുന്നു. അങ്ങനെ 100 കെട്ടിടങ്ങൾക്ക് എനിക്ക് കുറ്റി നാട്ടാൻ പറ്റി. അതിലുപരി അതിനിടയ്ക്ക് ഈ പണിക്കിടയ്ക്ക് തന്നെ ഈ വീട് കുറ്റി നാട്ടുന്നതോടൊപ്പം തന്നെ വീണ്ടും പഴയ മേഖലയിലേക്ക് പോയി. പഴയ മേഖലയിൽ നിന്ന് പല കൂട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അവർക്ക് വേണ്ടി അവർക്ക് എതിര് നിൽക്കുന്ന ആൾക്കാരെ തല്ലാനായിട്ട് പോയി തുടങ്ങി. പിന്നെ അതൊരു കുറച്ച് നാൾ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നി ഇതത്ര നല്ല പരിപാടിയല്ലെന്ന് തോന്നി. അത് ഒന്ന് കുറച്ച്, അത് ശരിയല്ല, നമ്മൾ മറ്റൊരാളിനെ ഉപദ്രവിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അത് ആ ഒരു മേലേക്ക് പിന്നെ കുറച്ച് നാൾ മാറ്റി വെച്ചു. അങ്ങനെ കുറച്ച് നാൾ മാറ്റിയപ്പോൾ എനിക്ക് വീണ്ടും മൃഗങ്ങളോട് സ്നേഹം തോന്നി. അപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടന്മാർ മുതിർന്ന ആൾക്കാരായി, അച്ഛൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി വീട്ടിലധികം പൈസയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും കിട്ടുന്ന പൈസക്ക് പ്രാവ്, അങ്ങനെ എനിക്ക് 250 പ്രാവുകളെ ഞാൻ ശേഖരിച്ചു. ഞാൻ കിടക്കുന്ന റൂമിനകത്ത് തന്നെയാണ് ഇതെല്ലാം ക്രമീകരിച്ച്, ഇതിനെല്ലാം ഒന്നിനെ അടച്ചിട്ടില്ല. എല്ലാം ചേവരിലൊക്കെ മുട്ടയിടുന്നു, താഴെ മുട്ടയിടുന്നു. എല്ലാം എന്നോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് വന്നിരിക്കും. ഞാൻ കിടക്കുമ്പോൾ ഞാൻ അവരുടെ കൂട്ടിനകത്ത് തന്നെ പായ വിരിച്ച് കിടക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് മുയലിനെ കൊണ്ടുവന്നു. ഈ മുയലിനെ എൻ്റെ തലയ്ക്കയും കാക്കയൊക്കെ മാളം ഉണ്ടാക്കി മാളത്തിനകത്ത് പ്രസവിക്കാൻ തുടങ്ങി. ഇങ്ങനെ പിന്നെ ഇവരോടുള്ളപ്പോൾ ഒരു അടുപ്പം വീണ്ടും നന്നായിട്ട് വർദ്ധിച്ചു. അങ്ങനെയാണ് എനിക്ക് റോഡിൽ നിന്ന് വീണ്ടും ഒരു നായ കിട്ടുന്നത്. അത് കറുമ്പൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ലോകത്ത്, അവനെ നമ്മൾ സ്വാമി എന്നാണ് വിളിച്ചത്. അവൻ ഒരിക്കലും ഒരു പെണ്ണായുടെ പുറകെ മരിക്കുന്നവരെ പോയിട്ടുമില്ല. അവന് എപ്പോഴും എൻ്റെ അടുത്തൊന്ന് കിടക്കും. വെളിയിൽ ബാത്റൂമിന് പോകണം, യൂറിൻ പാസിന് പോകണം, തിരിച്ചു വരും, റൂമിൽ കിടക്കും. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ലതിക എന്നുള്ള വീടിൻ്റെ മതിലിൽ ഇങ്ങനെ ഇരിക്കും. രാത്രിയാകുമ്പോൾ എനിക്ക് അവിടെ വേറെ വീടില്ല. അപ്പോൾ എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ യവനും വന്നിരിക്കും. അപ്പോൾ ഇവൻ എല്ലാവരും ഇങ്ങനെ വീക്ഷിക്കാറുണ്ട്. അവനാകപ്പെടെ ഒരാളിനെ കടിച്ചിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ ഞാൻ അതുപോലെ മതിലിരിക്കുമ്പോൾ, ജോലിയിലായിരുന്നു, മതിലിരിക്കുമ്പോൾ ഒരാൾ ദൂരെ നിന്ന് നടന്നു വരുന്നത്. മാധവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മാധവൻ. ഇവൻ എന്നെ നോക്കി, പുള്ളിക്കാരൻ ദൂരെ നിന്ന് വരണം നോക്കി, വീണ്ടും എന്നെ നോക്കി. ആ പുള്ളിക്കാരൻ അടുത്തെത്തിയത് ഇവന് ഓടിപ്പോയി അദ്ദേഹത്തെ കടിക്കുന്നു. ഒറ്റക്കടി, വേറെ ആരെയും കടിച്ചില്ല, അദ്ദേഹത്തിനെ കടിക്കുന്നു. പിറ്റേന്ന് അദ്ദേഹം ആക്സിഡൻ്റായി മരിക്കുന്നു. പേവന്നിട്ടിൽ ആക്സിഡൻ്റായി മരിക്കുന്നു. അപ്പോൾ ജീവികളുടെ പ്രണയം എനിക്ക് വളരെ വർദ്ധിച്ചപ്പോൾ എനിക്ക് പാമ്പ് പിന്നെ ജീവിതത്തിൽ മാറരുത്, അതിലേക്ക് തന്നെ പോകണമെന്ന് തോന്നി. വീണ്ടും ഞാൻ അമ്പലത്തിലേക്ക് പോയി. കീഴട്ടിക്കാവ് വനദുർഗ ദേവി ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് പോയി കിടന്നു. രാത്രി പോയി കിടക്കുന്നു ഇതിനെ പഠിക്കാൻ വേണ്ടി.
അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മിക്കവാറുള്ള സമയത്തൊക്കെ പറമ്പിൽ പാമ്പുകളെ കാണാറുണ്ട്. അവിടെ ഒന്നും വീടുകളില്ലാത്തൊരു സ്ഥലം. ഇത് ഗ്രാമമാണ്. ഞങ്ങളുടെ നാടൊരു ഗ്രാമമാണ്. സിറ്റി ഇപ്പോഴാണ് ആയത്. അപ്പോൾ അടുത്തടുത്ത് വീടുകളില്ല, വലിയ പാടങ്ങളാണ്, അതുപോലെ നല്ല കുളങ്ങളുണ്ട്, നല്ല കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ കാവ് 1 ഏക്കർ 60 സെൻറ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂരലും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് പാമ്പുകളെ കാണാറുണ്ട്. അപ്പോൾ അതിനുള്ള ഭയമൊന്നുമില്ല. അവിടെ പോയി കിടന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഈ പാമ്പിനുള്ള ഭയം ആദ്യമായിട്ട് മാറ്റിയെടുത്തത്. എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇതാരും ആരാധിക്കുന്ന സാധനമാണ്, ഇത് വേറെ അപകടകാരിയല്ല, ഇത് നമ്മൾ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചതാണ് എന്ന് തോന്നി. അപ്പോഴത്തേക്ക് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പറായി മാറുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. അപ്പോൾ അവരോടൊപ്പം അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പിന്നെ നാട്ടിൽ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. സേവനം കുറച്ച് മുന്നോട്ട് വേണം, ആൾക്കാരെ സഹായിക്കണം. പിന്നെ ഈ കഷ്ടപ്പാട് എൻ്റെ പട്ടിണിക്കിടയിൽ എൻ്റെ പട്ടിണി ഞാൻ വലിച്ചു മുറി കെട്ടും. ഞാൻ ആരോടും പറയില്ല. ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞാൻ ആരോടും പറയാറില്ല. ഞാൻ എൻ്റെ വയറ് മുറിച്ച് കെട്ടിയാൽ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ കഴിച്ചോ, ഞാൻ പിന്നെ ഇത് ഇപ്പോൾ കഴിച്ചുള്ളൂ, ഇപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയോളൂ, ചായ കുടിച്ചു, പിന്നെ ഇതാ ഇപ്പോൾ ചായ കുടിച്ചുള്ളൂ. അങ്ങനെ ആണ് ഞാൻ എൻ്റെ ദാരിദ്ര്യം മുന്നിൽ ഇന്നും ഞാനത് പരിപാലിക്കുന്നു. ഈ പട്ടിണി ദാരിദ്ര്യം ഞാൻ ഇന്നും പരിപാലിക്കുന്നു. ഈ നിമിഷം വരെ ഞാൻ പരിപാലിക്കുന്നു. അതൊക്കെ ഇതൊക്കെ നമ്മുടെ ഈ വളർന്നു വന്ന കാലഘട്ടങ്ങളിൽ ഇതൊക്കെ പരിപാലിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വീണ്ടും പഴയ കൂട്ടിലേക്ക് മടങ്ങി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ആർക്കെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാരും തല്ലുകയോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ആരുടെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ അവരോടൊപ്പം പങ്കാളിയാവുന്നു. അപ്പോൾ അവരെ തല്ലുന്നു, അല്ലെങ്കിൽ അവരുടെ പടിവിടാൻ പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ചെന്ന് നിന്നാൽ പോലും നമ്മൾ കേസിലെ പ്രതിയാവാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കൂട്ടുകളുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ചിന്തിച്ചു, ഇതൊന്നും ശരിയല്ല, നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പാടില്ല, നമ്മളെ ദ്രോഹിക്കണമെങ്കിൽ ദ്രോഹിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് മടക്കത്തിലേക്ക് വരുന്നു. പിന്നെ ജോലിയില്ലാത്ത കുറേ കാലഘട്ടം വന്നു. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടും വഴക്കും പ്രശ്നമായിട്ടൊക്കെ നടക്കുമ്പോഴാണ് ഈ പാമ്പ് പദ്ധതികളുടെയും കൂടി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് പോകുന്ന സമയത്താണ് എനിക്ക് ഇത് കൊടപ്പനക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എനിക്ക് അടുത്തൊരു കടിയുണ്ടാകുന്നത്. ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. അന്ന് കൊടപ്പനക്കുന്നിലൊരു പാമ്പിനെ പിടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ പിന്നെ കുറച്ചുകൂടി അറിയപ്പെടുന്ന, പാമ്പിനെ പിടിക്കുന്നു എന്ന് നാട്ടുകാർ അറിയപ്പെടുന്ന ഒരാളായി മാറി. അങ്ങനെ കൊടപ്പനക്കുന്നിലൊരു പാമ്പിനെ പിടിക്കാനായിട്ട് പോകുന്നു. പാമ്പിനെ പിടിച്ചു ചാക്കെടുക്കുന്ന സമയത്തൊരു വലിയ മൂർഖനായിരുന്നു. എനിക്കൊന്ന് എൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു, അന്ന് എനിക്കൊരു 5 അടിക്ക് താഴെ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 5 അടിയോളം ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ മൂർഖനായിരുന്നു. പിടിച്ച് ചാക്കിലാക്കുന്നതിൻ്റെ കടി കെട്ടി, ഇവിടെയായിരുന്നു കടി. അത് ഞാൻ അവിടുന്ന് കടിയിട്ട് അതിനെ ചാക്കിലാക്കി അവിടെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. മെഡിക്കൽ കോളേജിൽ ഓട്ടോയിൽ, എനിക്കത് മധു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നു. അദ്ദേഹം വന്ന് ഞാനവിടെ അഡ്മിറ്റായി. ഞാൻ വെന്റിലേറ്ററിലായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വീണപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു മാൻ മിസ്സിങ് കേസ് രജിസ്റ്റർ ചെയ്തു. കാരണം എന്നെ കൊണ്ടുപോയ മധു എന്ന് പറഞ്ഞ ചേട്ടൻ 3 ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പുള്ളിക്കാരനെ കാണാനില്ല. പുള്ളി എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ്, ആരും അറിഞ്ഞില്ല. നമ്മൾ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, സഹായിക്കാൻ ആളുകളില്ല. പുള്ളി തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നിന്നത്. അപ്പോൾ ആ കടി കിട്ടുന്നു. എനിക്ക് ഏകദേശം ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് എൻ്റെ ബോധം മറിഞ്ഞു. എനിക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടാൽ പിന്നെ നമുക്ക് അടുത്ത് തരിക എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററാണ്, ഇൻറ്റിബേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്നെ വെന്റിലേറ്ററിലാക്കിയതിന് ശേഷം അടുത്ത ട്രീറ്റ്മെൻറ്റ് എൻ്റെ കൈയും കാലും കെട്ടിയിടുന്നു. കൈയും കാലും കട്ടിലോട്ട് കെട്ടിയിടുന്നു. കാരണം നമ്മൾ ഈ വെപ്രളം കൊണ്ട് നമ്മളെല്ലാം വെന്റിലേറ്ററെല്ലാം വലിച്ചു പറിച്ച് കളയും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത എന്ന് പറഞ്ഞാൽ ആൻറ്റിവെനം, നമ്മുടെ വെയിനിലേക്ക് ആൻറ്റിവെനം ട്രിപ്പായി. ഒരിക്കലും ഇഞ്ചക്ഷനായി എടുക്കാൻ പറ്റുന്ന സാധനമല്ല. അന്ന് എനിക്ക് ഒന്ന് 20 വയൽ ആൻറ്റിവെനമായിട്ട് എനിക്ക് തന്നുകൊണ്ട് ട്രിപ്പായി കുറച്ച് സ്ലോവിൽ ആൻറ്റിവെനം തന്നു. ആൻറ്റിവെനം തന്ന് റിക്കവറായി വരുന്ന സമയത്ത് അന്നത്തെ 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബേബി പോൾ എന്ന് പറഞ്ഞ സാറിനായിരുന്നു, HOD. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽപ്പെട്ട കുറച്ച് ആൾക്കാർ അന്ന് കുറച്ച് കഷ്ടപ്പെട്ട് ശ്രമിച്ചു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി അറിയപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ അവരെൻ്റെ ശരീരത്തിൽ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിച്ച് പഠിക്കുന്നൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, സുരേഷ് എൻ്റെ ശരീരത്തിലൊരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. സുരേഷിന് ആൻറ്റിബോഡി, അതായത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ സുരേഷിന് ആൻറ്റിബോഡി എന്ന് പറയുന്നൊരു സംരംഭം, ആൻറ്റിബോഡി ശരീരത്തിൽ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള, അത് ചെറുത്ത് നിൽക്കാനുള്ളൊരു കഴിവുണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധൈര്യമായി അതിനെ പിടിക്കാൻ. അപ്പോഴെനിക്ക് തോന്നിയത് കുറച്ചുകൂടി എൻ്റെ നാട്ടിൽ ഒരു അറിയപ്പെടുന്ന ഒരു ആർട്സ് കളരി, തെക്കൻ കളരി പഠിപ്പിക്കുന്നൊരു ആളുണ്ടായിരുന്നു, ഷാജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ ശേഷം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ പഠന മുറയോടൊപ്പം കൂടി ഏകദേശം 3 വർഷത്തോളം
തെക്കൻ കളരി. ഈ കടി കിട്ടിയതിന് ശേഷം അതിനോടനുബന്ധിച്ച് അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം കുറച്ചുകൂടി ധൈര്യവും എനിക്ക് കുറച്ച് എന്താ പറയുക ഒരു ബൈറ്റ് വരുമ്പോൾ മാറാനും ഒക്കെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഉദിച്ചു. അങ്ങനെ ഞാൻ കളരിയിലേക്ക് പോകുന്നു. 3 വർഷത്തോളം കളരി പഠിക്കുന്നു. ആ കളരിയോടൊപ്പം തന്നെ ഒരു വർഷം കളരി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചെറുവയ്ക്കൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സുമൻ എന്ന് പറയുന്നൊരു കുംഫുവിൻ്റെ, അന്ന് എനിക്ക് തോന്നുന്നത് ഷാഡോ ഷാവലിൻ കുംഫുവിൻ്റെ ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പോയി ഒരു 3-3.5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ അത് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധൈര്യമായി. അപ്പോൾ എനിക്കൊരു പാമ്പിൻ്റെ ബൈറ്റ് കിട്ടിയില്ല, ഇങ്ങനെ ചാടി മാറാം, അപ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ട് പെട്ടെന്ന് ഒഴിയാം എന്നൊക്കെ എനിക്ക് ഉള്ളൊരു ഏകദേശം ഒരു മനസ്സിലൊരു കണക്കിന് വേണ്ടിയാണ് ഞാനത് പഠിക്കാനായിട്ട് പോയി. ഈ അതിഥിയുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും പണി സ്റ്റോപ്പായി തുടങ്ങി. എന്നെ പണിക്ക് തന്നെ ആൾക്കാർ അധികം വിളിക്കാതായി തുടങ്ങി. കാരണം വിളിക്കാമെന്ന് വെച്ചാൽ ഞാൻ സമയത്തിന് ജോലിക്ക് പോകുന്നില്ല, ജോലി ചെയ്തു കൊടുക്കുന്നില്ല. സമയത്തിന് എന്താ പറയുക, ജോലിക്കാരെ കൊണ്ട് നിർത്തിയിട്ട് രാവിലെ പൈസയും വാങ്ങിച്ചുകൊണ്ട് ഓട്ടോ പിടിച്ച് പാമ്പിനെ പിടിക്കാൻ പോകുന്നു. അപ്പോൾ വൈകിട്ട് ഇവർ പണി ചെയ്യുന്നില്ല, ഇവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ അതോറിറ്റിയിൽ തന്നെ വിളിക്കുന്നു. അന്നത്തെ മോഹനപിള്ള സാറല്ല, അന്നത്തെ അവിടുത്തെ മോഹനപിള്ള സദാശിവൻ പിള്ള ക്യൂറേറ്റർ സദാശിവൻ പിള്ള സാർ വിളിച്ചു. സുരേഷ് ഇങ്ങനൊരു രാജവമ്പാലമുണ്ട്, രാജവമ്പാല പിടിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. പിടിക്കാൻ ധൈര്യം ഉണ്ടോ? ഞാൻ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ വിളിക്കുന്നു. അവിടെ നിന്നൊരു കോളിസി, പച്ച കോളിസിയിൽ അന്നത്തെ ക്യൂറേറ്ററായ ഇദ്ദേഹവും അന്നത്തെ ഡോക്ടർ ജയകുമാർ, അന്നത്തെ വെറ്റിനറി ഡോക്ടർ ജയകുമാർ സാറ്, ഞങ്ങളെല്ലാം കൂടെ പോകുന്നു. രാത്രിയിൽ ഏകദേശം 11:30 മണിക്ക് നമ്മുടെ പ്ലാപ്പള്ളിയിലെത്തുന്നു. അവിടെ നിന്ന് ഏകദേശം 1 മണിയായ ഒരു 11:30-12 മണിയായപ്പോൾ ഞങ്ങൾ മൂഴിയാറിലെത്തുന്നു. ആ മൂഴിയാറിൽ നിന്ന് നമ്മൾ ഈ പാമ്പിനെ രാജവമ്പിലെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി ചവിട്ടിയൊക്കെ നോക്കുന്നു, കിട്ടിയില്ല. പിന്നെ എനിക്ക് അപ്പോൾ മേളിൽ നിൽക്കുന്ന ആളുകൾ അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ഈ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ഉപകരണങ്ങളും ഇല്ല. ഞാൻ ഒരു സെർച്ച് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചവിട്ടി നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ മുകളിൽ ഒരു 30 പടി മുകളിൽ ഡോക്ടർ ജയകുമാർ സാറുണ്ടായിരുന്നു. അപ്പോൾ ജയകുമാർ സാറിൻ്റെ കയ്യിൽ ഇത്രയുള്ള ഒരു കത്താളുണ്ടായിരുന്നു, ഒരു വെട്ടുകത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ആരോഗ്യ സാറേ എന്തിനാണ് ഈ വെട്ടുകത്തി? അപ്പോൾ ഞങ്ങൾക്കിത് താഴെ കേൾക്കാം. അപ്പോൾ ഞാനും ഇപ്പോൾ ബെന്തിക്കോസിൻ്റെ പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ബൈജു ഉണ്ട്. പുള്ളി പാലോടാണ്. അപ്പോൾ പുള്ളിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭരതന്നൂർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടും ചെന്ന് ഇറങ്ങി നോക്കുന്നു. അപ്പോൾ പുള്ളി ആരോ ചോദിച്ചു, സാറേ എന്തിനാണ് സാറിൻ്റെ കയ്യിൽ കത്താളെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അത് ഇവന്മാരെ ആരെങ്കിലും കടിക്കുകയാണെങ്കിൽ ആ കടിക്കുന്ന സ്ഥലം മുറിക്കണം, എന്നാലേ അവന്മാർ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അപ്പോൾ ഞാൻ ചവിട്ടി നിന്നപ്പോൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ എന്തോ ഒരു അനക്കം. അന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് അന്ന് മറ്റേ സിൽപ്പറാണ്, അന്ന് വേറെ ഒന്നുമില്ല, സിൽപ്പർ. അപ്പോൾ ചവിട്ടിയപ്പോൾ ഒരു അനക്കം. അപ്പോൾ ഞാൻ ടോർച്ച് തരാമ്പോൾ ടോർച്ച് വാങ്ങിച്ച് ഇങ്ങനെ അടിച്ച് നോക്കിയപ്പോൾ നേരെ ഈ നമ്മുടെ ഇത്രയും പുല്ല് വളർന്നിട്ട് ആ പുല്ലിൻ്റെ അടിയിൽ എൻ്റെ ആദ്യത്തെ രാജവമ്പാല ഹിൽഡി എന്നാണ് ഞാൻ പേരുന്നില്ല, അത് അതിനകത്ത് ഇരിപ്പുണ്ട്. അതിനെ ഞങ്ങൾ ചപ്പൊക്കെ മാറ്റി ഒരു കമ്പ് വാങ്ങിച്ച് എൻ്റെ തലയിൽ വെച്ചിട്ട് പതുക്കെ പിടിച്ചെടുക്കുന്നു. അതിനെ എടുത്ത് മേളിൽ കൊണ്ടുവരുന്നു, ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര വാർത്തയായി. പിന്നെ അങ്ങോട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ രാജവമ്പാല പിടികൂടിയതിനു ശേഷം പിന്നെ എനിക്ക് അങ്ങോട്ടൊരു റെസ്റ്റില്ലാത്ത യാത്രയായിരുന്നു. യാത്ര എന്ന് വെച്ചാൽ ഫുള്ള് ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കോളുകളായി. പിന്നെ അങ്ങോട്ട് പാമ്പുകളെ പിടിക്കാനായിട്ട് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി, പത്രത്തിൽ വാർത്ത വന്നു തുടങ്ങി. പിന്നെ അങ്ങോട്ടൊരു യാത്രയായിരുന്നു. അപ്പോഴും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഈ അമ്മയെ എനിക്ക് സമയത്തിന് വീട്ടിലേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടുകാര്യങ്ങളിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല, എനിക്ക് വീട്ടിലേക്ക് ഇവരുടെ ദാരിദ്ര്യം മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിലൊരു എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരന്മാർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പട്ടിണി ആയാലും വെളിയിൽ മിണ്ടില്ല എന്നുള്ളതാണ്. കഴിച്ചു എന്ന് പറയും. ഒരിക്കലും ഒരു കട്ടൻ ചായ, എൻ്റെ അമ്മയ്ക്ക് കട്ടൻ ചായയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കട്ടൻ ചായയും മിച്ചറും, കട്ടൻ ചായക്കകത്ത് മിച്ചറിട്ട് കോത്ത് കഴിക്കുന്നൊരു വിനോദം അമ്മയ്ക്ക് പണ്ട് ആ ദാരിദ്ര്യ കാലഘട്ടത്തിൽ. അപ്പോൾ അത് കട്ടൻ ചായയുമായി അമ്മയ്ക്ക് വിശപ്പ് മാറ്റാനുള്ള മിച്ചറുമായി ഞങ്ങളെല്ലാവരും ഇത് കഴിച്ച് ദിവസങ്ങൾ നീക്കിയിട്ടുണ്ട്. ദിവസങ്ങൾ കട്ടൻ ചായ എന്ന് വെച്ചാൽ ചിലപ്പോൾ പഞ്ചാര ഉണ്ടാകത്തില്ല, ചിലപ്പോൾ പഞ്ചാരയ്ക്കും പറയും, ചിലപ്പോൾ ശർക്കര ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ശർക്കര അല്ലെങ്കിൽ നമ്മൾ മധുരമില്ലാതെ കുടിച്ചിരുന്ന നാളുകൾ ഇഷ്ടം. നമ്മൾ ആരോടൊന്നും പറയാൻ പറ്റില്ല, ലോകത്തുള്ളവരടുത്തൊന്നും പറയാറില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. വീട്ടു ജോലിക്ക് എന്ന് പറയുമ്പോൾ ആ വീട്ടു ജോലിക്ക് വന്ന അമ്മയുടെ പേര് ശോശാമ്മ ചാക്കോ എന്നായിരുന്നു. അമ്മയ്ക്ക് 3 ആൺമക്കളാണ്. മൂത്ത ആൾ എബി ജേക്കബ്, പുള്ളി കമാൻഡിങ് ഓഫീസറാണ്, എയർഫോഴ്സിൻ്റെ കമാൻഡിങ് ഓഫീസറാണ്. രണ്ടാമത്തെ ആൾ
പ്രദീപ് എന്ന് പറഞ്ഞു. പ്രദീപ് സാറ് ഡോക്ടറാണ്, ഇപ്പോൾ UK-യിലാണ്. ഒരുപാട് എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രസാദ്, രണ്ടാമത്തെ ആൾ പ്രസാദാണ്, അദ്ദേഹമാണ് ഡോക്ടർ. മൂന്നാമത്തെ ആൾ പ്രദീപ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പം ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പാസ്സായി അദ്ദേഹം US-ലാണ്, അമേരിക്കയിലാണ്. കാലങ്ങളായി, ഇപ്പോൾ അദ്ദേഹമൊക്കെ വയസ്സായി, ഇപ്പോൾ ഒരുപാട് വയസ്സായിക്കണം. അപ്പോൾ ഈ വിശപ്പ് എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് നല്ല സ്വാദുള്ളൊരു ഭക്ഷണം തന്നത് ഈ പ്രദീപ് എന്ന് പറഞ്ഞ ആ സാറാണ്. പ്രദീപ്, ഞാൻ ചേട്ടൻ എന്നെ സാറെന്ന് വിളിക്കാൻ സമ്മതിക്കത്തില്ല, ചേട്ടാന്ന് വിളിക്കാൻ, അണ്ണാന്ന് വിളിക്കാൻ സമയം ഇപ്പോഴും, മുന്നല്ല ഇപ്പോഴും. ആ ചപ്പാത്തിയും സ്റ്റൂ എന്ന് പറഞ്ഞ സാധനം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് കഴിക്കുന്നതും അവിടെ നിന്നാണ്. അത് ഈ അമ്മ നാട്ടിൽ പോയി തിരുവല്ലയിൽ വന്നു. മക്കൾ എൻ്റെ മൂത്ത ചേട്ടന്മാർ രണ്ടുപേരും ഇല്ല. ഇദ്ദേഹം അന്ന് ലയോളയിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ടിറ്റോ എന്ന് പറഞ്ഞ ഡോഗുണ്ട്, ടിറ്റോ. അദ്ദേഹത്തിന് പാലുമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പുള്ളിക്കാരൻ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാതെ ഞാനും അവിടെ നിന്ന് കറങ്ങുന്നു. ഇതൊന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇറങ്ങി സാറിന് പാൽ കൊണ്ട് വെച്ചിട്ട് ഞാനിങ്ങ് പോരും. ആരും വെളിയിൽ പാൽ വെച്ചിട്ടിങ്ങ് വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഇതുണ്ടാക്കുന്ന മണവും ഇതൊക്കെ കേട്ടിട്ടായിരിക്കണം ഞാനവിടെ നിന്നത്. അതിന്ന് ഒരു ചപ്പാത്തിയും കുറച്ച് ഈ വെള്ള കളറിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങൊക്കെ ഒഴിച്ച് നല്ല സ്വാദായിട്ട് കറി ഉണ്ടായി. ജീവിതത്തിൽ ആദ്യത്തെ സ്വാദോടുകൂടിയുള്ള ആഹാരം കഴിച്ചത് അവിടെ നിന്നാണ്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അതിലുപരി അമ്മ ആ വീട്ടിൽ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്ന അറിയാമോ, ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക, നമ്മൾ ഇങ്ങനെ പേറ്റി എടുക്കുന്നതിൻ്റെ വേസ്റ്റ് ചെറിയ അരിയൊക്കെ ചെറിയ കിറ്റുകളിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ആ അമ്മ നമുക്ക് കഞ്ഞി വെച്ച് തരാൻ വേണ്ടി ആ ഒരു വേസ്റ്റ്, അതായത് അവിടുത്തെ വേസ്റ്റ് ഇവിടെ വന്ന് നമുക്ക് ഫുഡായി മാറി എന്നുള്ളത്. ഞങ്ങൾക്ക് 4-5 പേർക്ക്. അച്ഛൻ അങ്ങനെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാറില്ല, അച്ഛൻ എപ്പോഴും പുറത്തുനിന്നാണ് ആഹാരം കഴിക്കുന്നത്. ഞങ്ങൾ 4 പേരും, എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും എൻ്റെ 2 ചേട്ടന്മാരുടെയും എൻ്റെ അമ്മയുടെയും ഒരു നേരത്തെ ആഹാരമെങ്കിലും ഈ വീട്ടിലെ അവർ പേറ്റിയെടുക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരം സ്ലാങ്ങിൽ പാറ്റി എന്ന് മറ്റു ജില്ലകളിൽ പറയല്ല, പേറ്റിയെടുക്കുന്ന എന്താ പറയുക അരിയുടെ പൊടിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വിശപ്പ് മാറ്റിയിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് നാൾ ഞാനിതിൻ്റെ സിബ് തുറന്ന് ഇവർ പത്രത്തിലൊക്കെ കൊടുക്കാൻ വേണ്ടി ഫോട്ടോയെല്ലാം എടുത്തു. ഇതിന് സിബ് തുറന്ന് പാമ്പിനെ ഇതിനകത്താക്കി സിബ് ഇട്ട് മുട്ടയെല്ലാം കവറിൽ വെച്ച് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി ഒരു 100 മീറ്റർ മുന്നോട്ട് ആ പാടവരമ്പിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു അന്നത്തെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ജലജ എന്നാണ് അവരുടെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഗോവൻ ചേട്ടനോട് തിരിച്ചു വരുന്നു. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് വന്നു. സുരേഷ്, എനിക്ക് പാമ്പിനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ഇത് നമുക്ക് ടയർഡായ പാമ്പാണ്, ഇവർ പിടിക്കാൻ ശ്രമിച്ചതാണ്, ഇതെന്നെ കടിക്കാൻ സാധ്യത കൂടുതൽ, എന്നെ കടിക്കും എന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് പാമ്പിനെ കാണണമെന്ന് പറയുന്നു. ശരി, ഞാൻ മനസ്സോടെ ഇതിനെ തുറന്ന് പുറത്തിറക്കി കാണിക്കുന്നു. തിരിച്ച് ബാഗിലാക്കുന്ന സമയത്ത് എൻ്റെ വിരൽ ബാഗിനകത്തിരിക്കുകയായിരുന്നു. നേരെ അവൻ താഴേക്ക് പോയവൻ തിരിച്ചു വന്നു, ഒരു പിടി.